everyone, welcome back to my channel. എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ചായാലും നമ്മൾ വിൻറ്റേജുമ്പോൾ പിടിക്കാൻ തുടങ്ങിയിട്ട്. സോ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ചെന്ന് പറയുമ്പോൾ കുറേ ഒന്നുമില്ല, ഒരു 3 ഐറ്റംസ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്, നമുക്ക് പിന്നെ അതൊക്കെ ഇങ്ങനെ ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പെൻ ഹോൾഡർ വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ഡെസ്കിൽ ഒരു മസ്റ്റ് ഐറ്റം ആണല്ലോ പെൻ ഹോൾഡർ. സോ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് മിൽമൻ്റെ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കുപ്പിയോ പൊട്ടുന്ന കുപ്പിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ച് ഹൈറ്റുള്ള കുപ്പി പോലത്തെ എന്തെങ്കിലുമൊക്കെ, അതിനല്ലെങ്കിൽ വലിയ കുപ്പിൻ്റെ താഴെ ഭാഗം മുറിച്ചിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പഴയ ഒരു ബുക്കിൽ ഒരു എഴുതാത്ത പേജ് ഉണ്ടാവുമല്ലോ, അതിനൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ ഈ ഒരു സൈസിൽ നമുക്ക് ആ ബോട്ടിലിൻ്റെ നിങ്ങളെടുക്കുന്ന ആ ഒരു എന്താ പറയുക ഇതുണ്ടാവുമല്ലോ, ബേസ് ഉണ്ടാവുമല്ലോ, ആ ബേസിൻ്റെ സൈസിൽ ആ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ കളർ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇന്നലെ വന്നതാണ് കേട്ടോ. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നൊരു ഐറ്റം ആയിരുന്നു. ഇന്നലെയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് ഡെലിവറി ചെയ്ത് കിട്ടിയത്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. ബ്രഷ് പെന്നാണ് കേട്ടോ. 175 റുപ്പീസാണ് വന്നത്. എൻ്റെ കയ്യിൽ ഇതുവരെ നോർമൽ കളേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോർമൽ കളേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ നിയർ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, ആ കളേഴ്സ് ഇല്ലേ, നമ്മൾ 15 രൂപയ്ക്കൊക്കെ കിട്ടുന്ന കുറച്ച് കളേഴ്സ്. അപ്പോൾ അതൊക്കെ ബ്രൈറ്റ് കളേഴ്സ് ആവുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് ആദ്യം ഒരു പ്രാവശ്യം മറ്റേ ഒഹുഗു മാർക്കേഴ്സോ അങ്ങനെ എങ്ങാണ്ട് കുറച്ച് വലിയ ഡബിൾ സൈഡ് വരുന്ന മാർക്കേഴ്സ് ഉണ്ട്, അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കതിന് റേറ്റ് കൂടുതലാണ് തോന്നിയപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുമോ, ഫുള്ളൊന്നും യൂസ് ചെയ്യുന്നുണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് പിന്നെ ഞാൻ ക്യാൻസൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓഫർ നടന്നല്ലോ എല്ലാത്തിലും. അപ്പോൾ ഞാൻ ആ സമയത്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് ഓർഡർ ചെയ്തതായിരുന്നു. 175 റുപ്പീസാണ്. അപ്പോൾ അതിന് ഇനി ഒറിജിനൽ റേറ്റ് അതിലാതെ കൂടുമോ എന്നുള്ളത് അറിയില്ല. ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കളേഴ്സ് ഉപയോഗിച്ചിട്ട് ആദ്യത്തെ വർക്കാണ് കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ഗ്രിഡ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ലൈറ്റ് ഓറഞ്ചും ലൈറ്റ് ഗ്രീനും വെച്ചിട്ടാണ് ഞാൻ ഗ്രിഡ് ലൈൻസ് വരച്ചത്. ഇനി അതിൽ ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ റെഫറൻസ് ആയിട്ട് പിൻട്രസ്റ്റ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് സ്റ്റിക്കേഴ്സിൻ്റെ പിക്ചേഴ്സൊക്കെ ഞാൻ പെൻസിലോണ്ട് ജസ്റ്റ് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതേ അതിലൊക്കെ കളേഴ്സ് കൊടുക്കുകയാണ് കേട്ടോ. കളേഴ്സ് കൊടുക്കാൻ ഞാൻ ഈ ബ്രഷ് പെൻ തന്നെയാണ് യൂസ് ചെയ്തത്. വാങ്ങി വെച്ചാൽ പോരല്ലോ, അത് യൂസ് ചെയ്യേണ്ടേ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതിങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ വരയ്ക്കുമ്പോൾ അതിങ്ങനെ താനേ പോകുന്ന പോലെയാണ് കേട്ടോ നമുക്ക് തോന്നുന്നത്. നല്ല സുഖം ഉണ്ടായിരുന്നു കൊടുക്കാൻ, നല്ല അടിപൊളി ക്വാളിറ്റി ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കളേഴ്സൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോളൂ. ലിങ്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ലിങ്കൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഫ്ലിപ്കാർട്ടിലൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കളേഴ്സ് ഒന്ന് അടിച്ചാൽ മതി. മാർക്കർ പെൻസ് ഒന്നൊക്കെ അടിച്ചാൽ ഇത് വരും കേട്ടോ. ഡോംസിൻ്റെ ആണ്. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കുക കേട്ടോ. അങ്ങനെ കളേഴ്സൊക്കെ ഇവിടെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ജെൽ പെൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഔട്ടർ ലൈൻ കൊടുക്കുകയാണ് കേട്ടോ. ഈ പെന്നിന് ഒരു 10 രൂപ വരുന്ന കേട്ടോ. നോർമൽ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇവിടെയൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടാറുണ്ട്, എല്ലായിടത്തും കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കളർ ചെയ്ത് കാണുമ്പോൾ ഉള്ളതിലേറെ ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഈ ബ്ലാക്ക് വെച്ചിട്ട് ഔട്ട്ലൈനും കൂടെ കൊടുക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ക്യൂട്ട്നെസ് ഒന്നും കൂടെ കൂടുന്നത് പോലെ തോന്നും. അങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, സ്റ്റിക്കേഴ്സ് മേക്കിംഗ് വീഡിയോസൊക്കെ ഒരുപാട് യൂട്യൂബിൽ ഓൾറെഡി വന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ഒരു വൈറ്റ് ഔട്ട് പോർഷൻ വിട്ടിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഗ്രിഡ് ലൈൻ പാറ്റേൺ വരച്ചെടുത്തില്ലേ ആ പേപ്പർ, അതിലിങ്ങനെ അവിടെ ഇവിടെ റാൻഡമായിട്ട് ഞാൻ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ കഥയൊക്കെ കേട്ടിരുന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ എന്ന് പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൊടുക്കുക. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്താൽ കമൻറ്റ് മാത്രമല്ല, നിങ്ങൾക്കൊരു ഗീവ് അവേയും കൂടി നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ഇരിപ്പുണ്ട്, അത് മറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേ പേപ്പർ നമ്മുടെ ബേസിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പരിപാടി സിമ്പിളല്ലേ. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ ആണെങ്കിൽ കളേഴ്സ് മീൻസ് നമുക്ക് കളർ ഇങ്ങനെ കൊടുക്കേണ്ട, ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് സ്കെച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ സ്കെച്ചിനെ വേണമെന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഇതുവരെ എൻ്റെ അടുത്ത് നോർമൽ സ്കെച്ചും കളേഴ്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ ക്രാഫ്റ്റ് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ ഇത് ഇന്നലെ വാങ്ങിച്ചതുകൊണ്ട് ഇന്ന് ഇത് വെച്ചിട്ട് ചെയ്തെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നോർമൽ സ്കെച്ച് കളർ ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ക്രയോൺസ് ആണെങ്കിൽ അത് യൂസ് ചെയ്യാം, പെൻസിൽ കളർ ആണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമുക്കൊരു മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പഴയൊരു ബുക്കിൽ നിന്ന് ഇതുപോലെ പേജസൊക്കെ കീറി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഏറ്റവും സിമ്പിൾ വേലാണ് കേട്ടോ നമ്മൾ നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നത്. മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കാനായാലും നോട്ട്ബുക്ക് ഉണ്ടാക്കാനായാലും പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ബൈൻഡ് ചെയ്യാം, അതുപോലെ ഗ്ലൂ വെച്ചിട്ട് ചെയ്യാം, പിന്നെ വേറെ എന്തൊക്കെ കട്ടിങ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് സ്റ്റാപ്ലർ യൂസ് ചെയ്തിട്ട് ഒരു പിൻ അടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പേജസൊക്കെ സെൻറ്ററിൽ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി ആ സെൻറ്ററിൽ ഇതുപോലെ കുറച്ച്
ഇടങ്ങാറായിട്ടൊക്കെ പിന്നടിച്ചു കൊടുക്കുക. ജസ്റ്റ് അത് അങ്ങനെ ഇങ്ങനെ നമുക്ക് വെർട്ടിക്കലായിട്ട് വരണ്ട, അതുകൊണ്ടാണ് ഞാനിങ്ങനെ മടക്കിയിട്ടൊക്കെ അടിച്ചത്. അപ്പോൾ 3 ഭാഗത്ത് അടിച്ചാൽ മതിയാവും. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി 5 പിന്നെങ്ങാണ്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ പേജസ് ഒക്കെ റെഡിയാണ്. ഇനി ഒരു ചട്ട ഉണ്ടാക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് പഴയൊരു ബുക്കിൻ്റെ ചട്ട ഇതുപോലെ ഒരു സൈഡ് കീറിയെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മതി, നമ്മൾ മിനി നോട്ട് ബുക്കല്ലേ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മുടെ പേജസ് ഒക്കെ ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക. സൈസസ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് വെട്ടിക്കൊടുക്കുക. സൈസ് ഏറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ചട്ടനെയും ഈ പേജസിനെ ഒന്ന് ഒരുമിപ്പിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും കൂടെ കൂട്ടിയിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ബുക്ക് ഇവിടെ റെഡിയാണ്. ഇനി ഇതൊന്നും കൂടെ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചട്ട കണ്ടല്ലോ നിങ്ങളൊരു ഓറഞ്ച് കളറായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ മുകളിൽ വേറെ പേജ് ഒട്ടിക്കാനോ കവർ ചെയ്ത് കൊടുക്കാനോ നിന്നിട്ടില്ല. ജസ്റ്റ് ഓറഞ്ച് തന്നെയല്ലേ, കളർഫുൾ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്കർ ഉണ്ടാക്കി. എന്നിട്ട് ഇതാ ആ ഒരു എഴുത്തുണ്ടായിരുന്നല്ലോ അവിടെ, അതും ജസ്റ്റ് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ സ്റ്റിക്കർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാണ് കേട്ടോ ചെയ്തത്. പണി തുടങ്ങിയാൽ പിന്നെ നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ തോന്നുമല്ലോ, സ്വാഭാവികം. അപ്പോൾ എന്തൊക്കെയോ ഒരു കുറവ് തോന്നി. ഇപ്പോൾ വൈറ്റ് പേപ്പറിൽ ഇതുപോലെ ഒന്നിങ്ങനെ സിക്സാഗ് ആയിട്ട് കട്ട് ചെയ്തൊന്നും വൃത്തിയായിട്ടില്ല. ഇങ്ങനെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നോട്ട്ബുക്കിൻ്റെ കാര്യം. സിമ്പിളാണ്. നെക്സ്റ്റ് ഒരു ക്യൂട്ട് പെൻ ഉണ്ടാക്കാം. പെൻ ഹോൾഡറൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് അതിലിടാൻ ഒരു പെന്നും കൂടെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇനി ക്യൂട്ട് പെന്നാകാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒക്കെ പഴയ നോട്ട്ബുക്ക് എന്നാണ് ഞാൻ ഈ പേജസൊക്കെ കീറിയെടുത്തിട്ട്, അല്ലാണ്ട് A4 വേറെ പേപ്പേഴ്സ് ഒന്നും അല്ല, ജസ്റ്റ് നമ്മളെ നോട്ട്ബുക്കിലെ പേജസ് ആണ് കേട്ടോ. പെൻ ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ഫില്ലറാണ്. ഫില്ലറിൻ്റെ സൈസിൽ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഭാഗം ഫുള്ളൊന്നും നമ്മൾ കളറോ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ഭാഗം നമുക്ക് മീൻസ് ലാസ്റ്റ് ഒന്ന് ചുറ്റി വരുന്ന ഭാഗം മാത്രം മതി. അപ്പോൾ അതിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള പാറ്റേൺ കൊടുക്കുക. ഞാനിവിടെ ഒരു ലാവൻഡർ ഷെയ്ഡിൽ ഇതുപോലെ ഇങ്ങനെ വരച്ച് പോകുമല്ലോ, അതുപോലെ ഇങ്ങനെ കുറച്ച് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഹാർട്സ് ആണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കളറാണ് എടുത്തിട്ടുള്ളത്. ഒരു സ്കൈ ബ്ലൂ, ലൈറ്റ് സ്കൈ ബ്ലൂ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു യെല്ലോ കളർ കേട്ടോ. അത് ഇങ്ങനെ റാൻഡമായിട്ട് അവിടെ എവിടെയും കുറച്ച് ഇതുപോലെ ഹാർട്ട് വരച്ച് കൊടുത്തു. അപ്പോൾ എന്തൊക്കെയൊരു കുറവ് തോന്നുന്നില്ലേ? ആ കുറവ് നികത്താൻ വേണ്ടിയിട്ട് ബ്ലാക്ക് വെച്ചിട്ട് ഔട്ട്ലൈനും കൂടെ വരച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് ഹൈലൈറ്റ് ചെയ്തപ്പോൾ ഒന്നും കൂടെ ഭംഗിയായിട്ട് തോന്നി. ഇനി ഫില്ലർ നമ്മൾ പേപ്പർ അപ്പുറത്തെ സൈഡിലോട്ട് മടക്കുക. ഇനി ഫില്ലർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ 2 അറ്റത്തും ആദ്യം തന്നെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ ഗ്ലൂ എന്തെങ്കിലും ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ ഒന്നും കൂടി സുഖമാണല്ലോ. അപ്പോൾ ഇങ്ങനെ 2 സൈഡിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് അറ്റത്തത് ഒന്ന് പീൽ ചെയ്യുക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, നമ്മളെ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഫില്ലർ വെക്കുക. വെച്ചിട്ട് അതിങ്ങനെ ചുറ്റിട്ടെടുക്കുക കേട്ടോ, റൗണ്ട് ചെയ്തിട്ട് എടുക്കുക. എനിക്കറിയാം ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഞാനിത് ചെയ്തിട്ടില്ല. സോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഇനി ലാസ്റ്റ് നമ്മൾ ഒട്ടിച്ചില്ലേ മറ്റേ അറ്റത്ത്, അതും കൂടെ വന്നിട്ട് ഇതുപോലെ പീൽ ചെയ്തിട്ടെടുക്കുക, ഒന്ന് ചുറ്റിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ പെന്നിൻ്റെ സംഭവം ഇവിടെ റെഡിയാണ്. ഫില്ലർ കൊണ്ട് എഴുതാൻ പറ്റില്ല എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇനി ഇതിനൊരു ടോപ്പും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടോപ്പിൻ്റെ സൈസ് എത്രയാണോ വേണ്ടത് ആ സൈസിലൊരു പേപ്പർ പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സൈഡിൽ എന്ത് ചെയ്യുക, കുറച്ച് വർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു വർക്ക് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഈ പെന്ന് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ഒന്ന് സർക്കിൾ ചെയ്യുക. അപ്പോൾ അതിൽ ആദ്യത്തെ അറ്റത്ത് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് പിന്നെ അങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. അങ്ങനെ ചുറ്റി വരുമ്പോൾ നമ്മുടെ ലാസ്റ്റ് വർക്ക് ഇവിടെ വിസിബിൾ ആവും. അപ്പോൾ ലാസ്റ്റ് എൻഡിലും കൂടെ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട്, ഗ്ലൂവോ ഡബിൾ സൈഡ് ടൈപ്പോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ ഒരു ഹോള് നമുക്ക് കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ടോപ്പ് ഇങ്ങനെ വെച്ചിട്ട് പേപ്പർ പീസ് ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതി. അതിൻ്റെ ആ ഹോളിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്താൽ അതവിടെ കവറായി കിട്ടും കേട്ടോ. ടോപ്പ് ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു, ചുറ്റി കൊടുത്തപ്പോൾ ഒന്ന് ലൂസ് ആയതാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ പെന്നും ഇവിടെ റെഡിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ 3 ഐറ്റംസാണ് പെൻ ഹോൾഡർ, അതുപോലെ ഈ ബുക്ക്, പിന്നെ നമ്മുടെ പെന്നും. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും ഇതുവരെ വീഡിയോ കണ്ടതിൽ താങ്ക്